ഒരു ചുംബനം കൊണ്ടിട്ട് പോലും നമ്മുടെ കുട്ടികളെ ഡ്രഗ് അഡിക്റ്റ് ആക്കി മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് അത് ഡൈജസ്റ്റ് ആവും? ഒരു ഇൻസിഡന്റ് വായിക്കാം. ഷോൺ ബാർബർ, കനേഡിയൻ അത്ലറ്റ് ഹു ഇൻജസ്റ്റഡ് കൊക്കൈൻ ബൈ കിസിംഗ് അവോയ്ഡ്സ് ഡോപ്പിംഗ് ബാൻ. 2016 ഒളിമ്പിക്സിന്റെ സമയത്ത് ഒരു അത്ലറ്റിനെ കൊക്കൈൻ യൂറിനിൽ കണ്ടെത്തിയതിനെ തുടർന്നിട്ട് ബാൻ ചെയ്യുകയുണ്ടായി. തലേ ദിവസം അയാൾ ഒരു ലേഡിയെ ചുംബിക്കുകയുണ്ടായിരുന്നു. ആ ലേഡി കൊക്കൈൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ടിട്ട് ആ കൊക്കൈൻ അയാളുടെ ശരീരത്തിൽ എത്തിയതായിരുന്നു. ഇതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ ടെന്നീസിലും വേറെ അത്ലറ്റ്സിനും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ചുംബനം വഴിയിട്ട് ഡ്രഗ് ഉള്ളിൽ പോകാനും അത് തുടർച്ചയായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അഡിക്ഷൻ ഉണ്ടാകാനൊക്കെ ഉള്ള ചാൻസ് നല്ല കൂടുതലാണ്. അയാൾ അറിയാതെ പെട്ടെന്ന് ഡ്രഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കത്തില്ല. നമുക്ക് നെഗറ്റീവായിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകാം. പക്ഷെ ചുംബിക്കാൻ തയ്യാറായിട്ട് ഇരിക്കുന്ന രണ്ട് കപ്പിൾസ് ഒരു മാനസികാവസ്ഥയിൽ ഉണ്ടായിരിക്കും. ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള മൊമെന്റിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്നതാണ് ഈ ലിപ് ലോക്ക് എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് തലച്ചോറിൽ ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ ഇതേപോലുള്ള ഹോർമോണുകളുടെ എല്ലാം ഒരു റഷ് ഉണ്ടാകുന്നുണ്ട്. ഇതിന് സമാനമായിട്ടുള്ള അവസ്ഥയാണ് കൊക്കൈൻ, ഹെറോയിൻ ഇതേപോലുള്ള ഡ്രഗ്സ് മിമിക് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഈ ഡ്രഗ്സ് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലും ഈ പറയുന്ന ഹോർമോൺസ് തന്നെ തലച്ചോറിന്റെ അതേ ഭാഗത്തിൽ തന്നെ ഉത്പാദിപ്പിക്കപ്പെടുകയും സെയിം അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. ആ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു തലച്ചോറിലേക്ക് നമ്മൾ കൂടുതൽ ഡ്രഗ് ആഡ് ചെയ്യുമ്പോൾ എന്താണോ ഉണ്ടാകാൻ പോകുന്ന ഫീലിംഗ് അതിന്റെ ഇരട്ടിയായിട്ടുണ്ടാകും. ഈ ഒരു സന്തോഷത്തിനെ അവരെപ്പോഴും തേടിക്കൊണ്ടേയിരിക്കും. ഒരു ചുംബനം കഴിഞ്ഞു കുറച്ച് ഡ്രഗ് ഉള്ളിൽ ചെന്നു, വീണ്ടും അടുത്ത ചുംബനത്തിൽ കുറച്ചുകൂടെ ഡ്രഗ് ഉള്ളിൽ ചെന്നു, അങ്ങനെ വളരെ ഗ്രാജുവൽ ആയിട്ട് അഡിക്റ്റഡ് ആയിട്ട് മാറുകയും ചെയ്യും.